മനസ്സിലായത്. നിങ്ങൾ ഒരുപാട് ആൾക്കാരുടെ റിവ്യൂ കണ്ടിട്ടോ. മൂവി എന്ന് പറയുന്ന വൺ ഓഫ് ദ പ്രീഷ്യസ് മൂവിയാണല്ലോ. സംഭവം ശരിയാണ്, ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആണ് സിനിമ. നിങ്ങളൊരു ആനിമി ഫാൻ ആണെങ്കിൽ തീർച്ചയായും തിയേറ്ററിൽ പോയി കണ്ടിരിക്കേണ്ട ഒരു മൂവി തന്നെയാണ്. നമ്മളിതിന് മുന്നേ ഫോണിൽ ഇതിന്റെ എപ്പിസോഡ്സ് കണ്ടിട്ട് ഞാനൊക്കെ അങ്ങനെ കണ്ടിട്ടില്ല. തിയേറ്ററിൽ ആദ്യമായിട്ടാണ് ഒരു ആനിമി കാണുന്നത്. സത്യത്തിൽ ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട്. കാരണം നമ്മളെ കേരളത്തിൽ ഇത്ര ചെറിയൊരു ജില്ലയിൽ ഈ ഒരു ജാപ്പനീസ് മൂവിയൊക്കെ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ നാടൊക്കെ ഒരുപാട് ഡെവലപ്പ് ആയിപ്പോയി, പ്രോഗ്രസീവ് ആയിപ്പോയി. നമ്മളാണ് ഇപ്പോഴും ഇങ്ങനെ. എൻ്റെ പോലത്തെ മൂവി ഒന്നും പറയാനില്ല, പോയി കാണുക തന്നെ ചെയ്യുക. ദയവ് ചെയ്ത് മറ്റുള്ളവരുടെ അടുത്ത് സ്റ്റോറി ആയിട്ട് സ്പോയിലർ ആക്കാതിരിക്കുക. മെയിൻലി ബാക്ക് സ്റ്റോറീസ് ആണ് ഇതിൽ പറയുന്നത്. ഇന്റർവെല്ലിന്റെ ആ ഒരു ടൈം ഉണ്ടല്ല, ഇന്റർവെല്ലിന് തുടങ്ങുന്നതിന് മുന്നേ ശേഷം തിയേറ്റർ ഫുൾ സൈലന്റ് ആയിരിക്കും. ഇതുവരെ തിയേറ്ററിൽ പോയിട്ട് ഞാൻ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. കംപ്ലീറ്റ് സൈലന്റ്. ആ ഒരു ബാക്ക് സ്റ്റോറി പറയുന്ന സമയമില്ലേ, ആൾക്കാർ കംപ്ലീറ്റ് അതിൽ മുഴുകിയിരിക്കും. സിനിമയെ കുറിച്ച് അത്രേ പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ല. പക്കാ ക്ലാസ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങളുടെ ആനിമി കാണാത്ത അല്ലെങ്കിൽ ഇതിനോട് താല്പര്യമില്ലാത്ത കൂട്ടുകാരെ ചുമ്മാ ടൈം പാസിന് ബാണമോനെ കയറുമെന്ന് പറഞ്ഞ് വണ്ടി കയറ്റിക്കൊണ്ടൊന്നും തിയേറ്ററിൽ ഇരുത്തരുത്. കാരണം അവർക്ക് ഇത് കണ്ട് പരിചയമില്ലാത്ത അവർക്ക് നല്ല രീതിയിൽ ലാഗടി, ബാക്ക് സ്റ്റോറി പറയുന്ന സമയമൊക്കെ നല്ല ലാഗുണ്ട്. പക്ഷെ നേരെ മറിച്ച് കാണുന്ന ഒരാൾക്ക് വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന സീൻസ് ആണല്ലോ. നേരെ മറിച്ച് ആനിമി കണ്ട് പരിചയമില്ലാത്ത ഒരാൾക്ക് അത് ഭയങ്കര ബോറിങ് ആൻഡ് ലാഗിങ് ആയിട്ട് തോന്നും. ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. കാരണം അവർ ഓരോ കാര്യം കാണും, ഇതെന്താ ഇങ്ങനെ, ഇതെന്താ അങ്ങനെ ചോദ്യം വരും. പിന്നെ അടുത്തത് വരുന്നത് മതി മടുത്ത് എന്ന് പറഞ്ഞിട്ട് അടുത്തത് വരും. എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. ഞാൻ തിയേറ്ററിൽ പോയപ്പോൾ ഞാൻ ഈ സംഭവം കേട്ടിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്താണെന്ന് പറയും, നമ്മൾ വിചാരിക്കും ഇത് നമ്മളെ ഏജിലുള്ള ആൾക്കാർ മാത്രമേ ഇത് കാണുന്നുള്ളൂ. പക്ഷെ ഒരിക്കലും അല്ല. ഞാൻ തിയേറ്ററിൽ പോയ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ആൾക്കാർ വരെ തിയേറ്ററിൽ കാണുന്നുണ്ടാവും, നമ്മളറിയാത്തതുകൊണ്ട്. അപ്പൊ കാണാത്തവർ തീർച്ചയായും ഇത് കാണുക, മിസ് ഔട്ട് ചെയ്യാതിരിക്കുക. അത്രേ പറയാനുള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞ് ഞാൻ സ്പോയിലർ ആക്കുന്നില്ല. മെയിൻലി ബാക്ക് സ്റ്റോറീസ് ആണ് പക്ഷെ ഫൈറ്റ് വല്ലതും ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. സംഭവം നൈസാണ്, എൻജോയ് ചെയ്തിരിക്കാൻ പറ്റും. യാതൊരു വിധത്തിൽ ലാഗും എനിക്ക് ഫീൽ ആയിട്ടില്ല. നിങ്ങളും ചിന്തിച്ചു നോക്കിയാൽ ഇതുപോലെ അറ്റാക്ക് ഓൺ ടൈറ്റനൊക്കെ തിയേറ്ററിൽ വന്നാലുള്ള എക്സ്പീരിയൻസ് എന്തായിരിക്കും? ബ്രോ, ചിന്തിക്കാൻ പറ്റുന്നില്ല. അതൊക്കെയാണ് വരേണ്ടത്. വരുമായിരിക്കും. നാട് ഡെവലപ്പ് ആകുന്നു, പ്രോഗ്രസീവ് ആകുന്നുണ്ട്, വരും, എല്ലാം വരും. സോ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ആയി എന്നുള്ള അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിലിടും. നമുക്ക് അടുത്തൊരു മൂവി കാണാം. ബൈ.